ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, 10ാം ക്ലാസ്സിലെ 4th യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്ററായിരുന്നു ഗലീലിയോ എന്ന പാഠഭാഗത്തിൻ്റെ കുറച്ച് ആക്ടിവിറ്റീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിരുന്നു, ഡയറി കോൺവെർസേഷനൊക്കെ. ഇന്ന് നമുക്ക് ബാക്കി നോക്കാം. ആദ്യം ഒരു പോസ്റ്ററിലേക്ക് നോക്കാം. പോസ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ വായിക്കാം, ശ്രദ്ധിച്ചിരിക്കണം. 15 ഫെബ്രുവരി ഗലീലിയോ ദിവസ് ഹെ. 15 എന്ന് വെച്ചാൽ 15 ഫെബ്രുവരി ഗലീലിയോ ദിവസമാണ്. മാൻ ലേ ഇസ് അവസർ പർ ആപ്കെ സ്കൂൾ മേ വിജ്ഞാൻ പ്രദർശനി ഹോനെ വാലി ഹെ. ഇതിനോട് അനുബന്ധിച്ച് നിങ്ങളുടെ സ്കൂളിലെ വിജ്ഞാന പ്രദർശനി നടക്കുന്നുണ്ട്. ഇസ്കെ പ്രചാർ കെ ലിയെ പോസ്റ്റർ തയ്യാർ കരോ. ഇതിൻ്റെ പ്രചരണത്തിന് വേണ്ടിയുള്ള പോസ്റ്റർ തയ്യാറാക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ നോക്കിയേ. പോസ്റ്റർ എന്ന് ആദ്യം എഴുതണം, അതിനുശേഷമേ കോളം വരയ്ക്കാവൂ. അതായത് കോളത്തിന് വെളിയിലായിരിക്കണം പോസ്റ്റർ എന്ന വാക്ക്. അതിന് താഴേക്ക് ടൈറ്റിലായിട്ട് എഴുതണം വിജ്ഞാൻ പ്രദർശനി എന്ന. അതിൻ്റെ താഴേക്ക് ഗലീലിയോ ദിവസ് എന്നുള്ളത് കോളത്തിനൊക്കെ ആക്കി കൊടുക്കണം കേട്ടോ. ഗലീലിയോ ദിവസേ. എന്നിട്ട് അതിൻ്റെ താഴേക്ക് സ്കൂൾ സഭാഗൃഹമേ സൈഡിലായിട്ട് അതിൻ്റെ ഡേറ്റ് കൊടുക്കണം എന്നാണ്. 15 ഫെബ്രുവരി 2025 എന്ന് കൊടുത്ത് അതുകൊണ്ടൊക്കെ വരച്ച് വയ്ക്കണം. അതിൻ്റെ താഴേക്ക് സമയ മംഗൾവാർ സവേരെ 10 ബജെ മേ. മംഗൾവാർ ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക്. അതിൻ്റെ താഴേക്ക് ഉദ്ഘാടൻ ശ്രീ ഡോക്ടർ എസ് സോമനാഥ് മശഹൂർ വൈജ്ഞാനിക് എന്നെഴുതി കൊടുക്കുക. അതിൻ്റെ താഴേക്ക് മാറ്റി ലെഫ്റ്റിലേക്ക് മാറ്റി എന്ത് ചെയ്യണം, ചിത്രം എന്ന് കൊടുത്തിട്ടുണ്ട്, അവിടെ ചിത്രം വരയ്ക്കണം. എക്സ്പെരിമെൻറ്റിന് വേണ്ടുന്ന വസ്തുക്കൾ ഏതൊക്കെയാണോ അത് കുറച്ച് വരച്ച് വയ്ക്കുക ഇവിടെ. എന്നിട്ട് റൈറ്റിലേക്ക് മാറ്റി എഴുതുക സർക്കാരി ഹൈസ്കൂളെ കൊല്ലം എന്നെഴുതുക. അതിൻ്റെ താഴെ സബ്കെ ലിയെ ഹാർദിക സ്വാഗതം, എല്ലാവർക്കും വേണ്ടി ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്ന് കൊടുത്ത് കോളം പൂർത്തീകരിക്കണം. നല്ല രീതിയിൽ കോളം വരച്ച് വയ്ക്കുക. അതാണ് പോസ്റ്റർ കേട്ടോ. നോക്കി വൃത്തിയായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളുന്ന ക്വസ്റ്റ്യനാണ്, പഠിച്ചു വയ്ക്കുക. ഇനി നോക്കി അതിനകത്തെ 1 വേർഡ് ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. നോക്കിയേ. ഗലീലിയോക്കെ ദേശക്കാ നാം ക്യാ ഹേ. ഗലീലിയോയുടെ ദേശത്തിൻ്റെ പേര് എന്ത്? ആൻസർ ഇറ്റലി. അടുത്ത പഹാഡ് പർ ചട്ടേ സമയ ലഡ്കേക്കോ കൈസാ ലഗ. പർവ്വതത്തിലേക്ക് കയറിയ സമയത്ത് ലഡ്ക ആൺകുട്ടിക്ക് എന്താണ് തോന്നിയത്? ആൻസർ നോക്കി. ഉസ്സെ ലഗാ കി ചാന്ദ് ഭി ഉസ്കെ സാത്ത് ചട്ട് രഹാ ഹെ. ആ കുട്ടിക്ക് തോന്നി ചന്ദ്രനും അവൻ്റെ കൂടെ കയറുന്നതായി. ചട്ന എന്ന് വെച്ചാൽ കയറിക്കൊണ്ടിരിക്കുന്നതായി തോന്നി. അടുത്ത ക്വസ്റ്റ്യൻ. അന്തമേം ലഡ്ക ക്യാ നിർണയിക്കുക. അവസാനം ആൺകുട്ടി എന്ത് നിർണയം തീരുമാനമാണ് എടുത്തത്? आंसर നോക്കിയ. लड़के ने इस निर्णय पर पहुंचा कि चांद अपनी जगह स्थिर है और उनकी नजरों धोखा खा रही है. ലഡ്കേനെ നിർണയിക്കുക എന്ന് വെച്ചാൽ ലഡ്ക ഈ തീരുമാനം കൈക്കൊണ്ടു. ചന്ദ്രൻ അവൻ്റെ സ്ഥലത്ത് എന്ന ചന്ദ്രൻ തൻ്റെ അപ്പനി എന്ന് വെച്ചാൽ തൻ്റെ സ്വന്തം സ്ഥലത്ത് തന്നെ നിലകൊള്ളുന്നു. അവരെ ഉൻകാ നസറും ധോക്കാ ഖാ രഹി ഹെ. അത് ചലിക്കുന്നു എന്നത് നമ്മുടെ നസർ എന്ന് വെച്ചാൽ കണ്ണുകൾക്കുള്ള തോന്നൽ മാത്രമാണെന്ന് കുട്ടി കണ്ടെത്തി. ഗലീലിയോ ക്യാ ബനാന ചാഹത്തെ തെ. ഗലീലിയോ എന്താകാനാണ് ആഗ്രഹിച്ചത്? ആൻസർ വൈജ്ഞാനികൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഉസ് സമയ ഇറ്റലി മേ കിസ് ധർമ്മ കാ പ്രഭാവ് ഹേ. പ്രഭാവ് എന്ന് വെച്ചാൽ സ്വാധീനം. ആ കാലഘട്ടത്തിൽ ഇറ്റലിയിലെ ഏത് ധർമ്മത്തിൻ്റെ മതത്തിനാണ് സ്വാധീനം ഉണ്ടായിരുന്നത്? ആൻസർ ഈസായി ക്രിസ്ത്യൻ മതം. അടുത്ത് നോക്കിയേ. സ്കൂൾ മേ ബച്ചോങ്കോ ക്യാ സുനനെ കാ അവസർ മിൽത്താ ഥാ. സ്കൂളിലെ കുട്ടികൾക്ക് എന്ത് കേൾക്കാനുള്ള അവസരമാണ് കിട്ടിയത്? ആൻസർ പ്രവചൻ സുൻദേ. മതപരമായിട്ടുള്ള പ്രഭാഷണങ്ങൾ കേൾക്കാനുള്ള അവസരം. അടുത്ത ക്വസ്റ്റ്യൻ. പ്രവചൻ സുൻദേ സമയ ഗലീലിയോക്ക് നസറെ കിസ് പർ പടി. പ്രവചനം കേട്ടുകൊണ്ടിരിക്കുകയിലെ മതപരമായുള്ള പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കവേ ഗലീലിയോയുടെ നസർ എന്ന് വെച്ചാൽ ദൃഷ്ടി എവിടെയാണ് പതിഞ്ഞത്? ആൻസർ ചുൽത്തെ ഹുയെ ഫാനൂസ് എന്ന് വെച്ചാൽ റാന്തൽ, ആടിക്കൊണ്ടിരിക്കുന്ന റാന്തലിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദോസ്തക്ക് ഗർ ജാക്കറെ ഗലീലിയ ക്യാ ലേക്കർ ആയ. ദോസ്തെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെന്ന് ഗലീലിയ എന്തൊക്കെയാണ് കൊണ്ടുവന്നത്? ആൻസർ ഏക്ക് ഡോറെ എന്ന് വെച്ചാൽ ചരട്, ലോഹ ഇരുമ്പ്, പീത്തൽ എന്ന് വെച്ചാൽ പിച്ചള, അടുത്തത് ശീശ എന്ന് വെച്ചാൽ കണ്ണാടി ചില്ലുകൾ എന്നിവ കൊണ്ടുവന്നു. അടുത്ത നോക്കിയേ. ഉൻ ചീസോം സേ ക്യാ ബനായ. ആ ചീസുകൾ വെച്ച് കുട്ടി എന്താണ് നിർമ്മിച്ചത്? ആൻസർ പെൻഡുലം നിർമ്മിച്ചു. അടുത്ത अपने തജുർബോं के आधार पर गलीलियो ने क्या कहा. അവൻ്റെ തർബൂജ് എന്ന് വെച്ചാൽ തജുർബോ എന്നാണ് എക്സ്പെരിമെൻ്റ് കേട്ടോ. अपने തജുർബോं के ആധാർ എന്ന് വെച്ചാൽ
അവൻ്റെ ആ പരീക്ഷണങ്ങൾ ഗവേഷണങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗലീലിയോ ക്യാ കഹാ എന്ത് പറഞ്ഞു? വിജ്ഞാൻ കാ മതല പ്രയോഗ ഹേ, വിജ്ഞാനത്തിൻ്റെ ആശയം പ്രയോഗം എന്നാണെന്നാണ് പരീക്ഷണത്തിലൂടെ അദ്ദേഹം തെളിയിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഗലീലിയോ ഹിസാബി ക്യോം കഹ്നെ ലഗ, ഗലീലിയോ ഹിസാബി എന്ന് വെച്ചാൽ കണക്ക് എന്ന് എന്തുകൊണ്ടാണ് പറയാൻ തുടങ്ങിയത്? ആൻസർ ഗലീലിയോനെ വിജ്ഞാൻ മേ ഗണിത കാ പ്രയോഗ സ്യാദാ കിയ, ഗലീലിയോ വിജ്ഞാനത്തിൽ ശാസ്ത്രത്തിൽ ഗണിതത്തിൻ്റെ പ്രയോഗം സ്യാദ കൂടുതലായി നൽകി, അല്ലെ കൊടുത്തു. അതുകൊണ്ടാണ് ഗലീലിയോ ഹിസാബി എന്ന പേരിൽ വിളിക്കപ്പെടുകയും ചെയ്തത്. ഇത്രയും ക്വസ്റ്റ്യൻ ആൻസർ, ബാക്കി സൈഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് പിന്നീട് തരാം. ഇത്രയും പഠിച്ചു വയ്ക്കുക. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യണേ. അടുത്ത കുട്ടികൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ശരി.